ചിന്തിച്ച് കുഴിയിൽ വീണവരെ പോൽ തുണയറ്റുതരവരെ പോലാൽ ഞാൻ പാർക്കുമോ ഉൾക്കൊണ്ടോരുവയും തിരുവയും മോചനമേകും തിരുരക്തമതോ ഞങ്ങൾ തേടും പല ഭാഗ്യ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിന്റെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും വാങ്ങിപ്പോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ തന്റെ ദാസിയുടെ മരണാനന്തരത്തോട് നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും പല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടികളായിസോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലായ്മയുടെ പ്രഭയും ജീവനുമയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും വലിയ അവസ്ഥാനങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, ഈ ഭയങ്കരത്തിന്റെ കൽപ്പനയും മഹനീയനും ദീർഘക്ഷമയുള്ളതും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ആലോചനമല്ല. ആലോചനകളുടെ ആരവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമാനും പരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹത്തിലുമാകുന്നു. മരണത്തെ മാറ്റിക്കളയുവാൻ മറ്റു സംഹാരകനായ മഹാസർപ്പത്തെ ഒഴിവാനുമായിട്ട് യേശുമിശിഹായെന്ന നിന്റെ മത്സരപുത്രനെ ലോകത്തിലേക്ക് നിന്റെ പ്രകാരം ദേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവരെ ഈ നാൽക്കാലിക ലീലമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവിടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളികളുടെ ബന്ധനത്തിൽ നിന്നും അതിനെ ഉയർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവൾക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവരുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവരുടെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കை നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവിടെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടത്തിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ. സർവരും കുറ്റക്കാരനെയാണല്ലോ സ്വാഭാവികമായ ദുർബലതയിൽ കരുതോന്നേ. ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ ഞങ്ങളിലും നിരാശയും കൊടുക്കണമേ. ഞങ്ങളുടെ വർഗത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ എന്റെ ഏകപുത്രന്റെ കഷായം നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. എന്റെ ഹൃദയം കരുണയും വിടമേ വിളിക്കുമാറാകണമേ. ഒരു വിശേഷിച്ചതായ ദൈവോടനുസരിച്ചായ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിക്കുന്ന സ്തംഭമായി ഭൂമിക്കുമാറാകണമേ. ഞങ്ങളുടെ വർഷശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ എത്തിച്ചു പോകുന്ന നിന്റെ കരുണയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമത്തിന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ദീർഘദാസന്റെ കോട്ടയിൽ അനുയായി കാതുകാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതിന്റെ മഹിമയെ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ സക്രിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ
ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും ഭാവരഹിതവുമായ ജീവിതത്താൽ അന്ധകാലത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാലെ കടാക്ഷിച്ച് വേദനിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും പ്രാണവദമില്ലാതിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. എന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം ഈ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മിശിഹായുടെ പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും പ്രിയമായ അവിടുത്തെ പ്രത്യക്ഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വധിച്ചിരിക്കുന്ന എന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. പാപങ്ങൾക്ക് മോചനവും പാപങ്ങൾക്ക് മോചനവും കണ്ടിലോകങ്ങളിലും നന്ദികൊള്ളുമാറാകട്ടെ. ജീവാദ്യമെടുക്കുമ്പോൾ പ്രതിദാനം നേടിയിടുമ്പോൾ വീടത്തിരിക്കുന്നു ശുദ്ധതയില്ലെങ്കിൽ സത്തമേ നരവത്സരതി അവിടെ ഭാർഗമോ ബലവാനും മഹാഭാഗ്യവാനും ദേവമായ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ദാസർക്ക് വേണ്ടി സമയത്തിനുള്ളിരിക്കുന്ന ലോകം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ സ്ഥാനങ്ങളിൽ ഇവിടെ ആശ്രയിക്കുകയും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതിയോടെ ആജ്ഞാപിക്കുകയും ചെയ്യണമേ. പരിശുദ്ധന്മാരോടൊപ്പം ദശമകൾ വിശ്വാസം മംഗളപൂർവം നൽകേണം. ഭാർഗമോ ജനകന്മാരെ ഓർക്കേണം. ദൈവതനോട് സ്വർഗത്തിൽ ആശ്വാസം നിരസിച്ചോളെ രാജകുമാരൻ ഭാഗ്യം മണിയറന്നിൽ ദേവി സുധരയും പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. ഭീകരമാ കടമതിരാന്നു പാടിരുളം സേ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാദിച്ചുകൊണ്ടിരിക്കുന്നവരുമായവർക്ക് വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മോദപ്രാവശ്യം കുറേതായിസോ എന്ന് ചൊല്ലണം. Masia, Malaya,
ഓടി നടന്നോളെ മപാതിലെ കേട്ടും നവരന്മാനാഥ നൽമയമാശ്വാസം കരിതിന്നപരാധം കൗവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ പ്രതിഭൂമിനാഥ നൽകണമാശ്വാസം ഉയരുള്ളോരാശ്വം മണ്ണിരമറിവാണോ ഹൃദയൊടുതവറാമാൻ പുനരുത്ഥാനമിവൾ കഴകേകീലത്തെ ോമെന്നെ കോർപ്പി ഞാൻ ഹൃദയം വേർപെട്ടേനൻ പാപത്തെയൊത്തേ ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരി ഉള്ളിൽ സന്ദേശം സന്തോഷിക്കും ധാർമ്മികരോ മാർഗത്തിൽ കൂട്ടനിന്ന ശ്രീപയന്റെ ബന്ധാനീടണം കർത്താവിനായത്തിൽ ശ്രീപാനെ പോഷ്ടാൽ എന്നെ വാഴ്ത്തണം പാടുമോ ോഗാദീശോ സംസ്കാരം ചെയ്തധികം ജീവൻ നൽകുമവൾ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായങ്ങൾ കഴിച്ചു കൊടുക്കണമേ. വിടമുള്ള ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാമിൽ പതിയുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നതാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവിടെ അനീക്കുകയും ചെയ്യണമേ. ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനെ പരിശുദ്ധ റൂഹായിക്കും തുതിപാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനു വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. കർത്താവേ, ഇതാ തിരുവശം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞങ്ങളുടെ രണ്ടാം പ്രതിയെന്നും കൈമാക്കാത്ത ഹല്ലേലൂയ. ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിനൊഴിയും നിന്മല സമ്പത്ത ഹല്ലേലൂയ. അങ്ങിടമില്ലെന്നേ വന്ന കേൾപ്പതിനാലെ സോദരേക്കും ഹല്ലേലൂയ. ഈശോ നിൻ കൃപയെ മാറ്റും ഞങ്ങൾ ഹല്ലേലൂയ. ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ പ്രസന്ന ജീവിച്ചോനി യൂട്യൂബ് ലൈവാണ്. അസ്ഥികളിൽ വേദാശീസം അതിനെ തൂങ്ങി ഹല്ലേലൂയ. കൂട്ടാകട്ടെ
മരണത്തിൻ കാറ്റടിയേറ്റ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാ വ്യക്തിയെ ഗുണവേദനെ ഹല്ലേലൂയ വിമലാത്മാവിൽ നിന്നും സ്തോത്രം നിങ്ങളിൽ നിന്ന് പ്രിയരെ വിധിയുന്നേ സ്വീകരണം ഞാൻ ജീവതരായോ ഉയരുമ്പോഴും ശ്ലോമോ നൽകി ശ്ലോമോയുടെ പോയി ഇനി എന്തെങ്കിലും ശ്ലോമോയുടെ തന്നെ വലിയ കഷ്ടം സാധാരണ കഷ്ടം നിങ്ങളുടെ മരണം ശിഖാഭാരിക്കും പ്രതിമകനെ ഈശോ രാജാവേ മുതൽ കയ്യിൽ ജീവൻ തിരുവിഷ്ടം സ്തോത്രം പ്രധാനെ ജീവിപ്പിപ്പോനെ മുതൽ കയ്യിൽ ജീവൻ തിരുവിഷ്ടം സഹോദരന്മാരും സ്ത്രീകന്മാരും സമാധാനം ഉണ്ടായിട്ട് ഞാൻ പറയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ നന്മയെ സമയം സുതരും പ്രതിസുതരോഗായി സ്ത്രീതത്തോട് വണങ്ങിയിടും ലോകത്തും ദൈവമേ ഞാൻ കൃപ തോന്നണമേ എന്മേലെ നീ കണ്ടെന്നെ ഞാനില്ലാതെ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ സ്വസ്നേഹിതരാം സകലന്മാരെ മുടിരൂടിച്ച നീതിപ്രിയനേ കന്നികളെ പോൽ ചൂടാഭരണം എന്നേക്കും സ്തുതികാലം അതിനന്ദനം ോകുതിശനും വാദാമേ നേട്ടത്തെ നേട്ടമാകും വീടിനെ വാഴൊന്നും വീട്ടിൽ നീ ശ്വാസം ണമേ പുണ്യം നിന്മഹിമോദയനാടന്യം നിർത്തണമേ എല്ലാ കാലരാശ്രയങ്ങളും ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിലനിർത്തും മനുഷ്യമക്കളുടെ ശരണവും ഉണ്ടായിരിക്കട്ടെ സർവശക്തിയുള്ള പിതാവ് സ്വർഗ്ഗരാജാവ് സൃഷ്ടാവായിരിക്കുന്ന ദൈവമായ കർത്താവിനെ ഈശ്വരനായ ദൈവമായ കർത്താവേ പരിശുദ്ധ റൂഹായുള്ളതിനെ നിന്റെ സ്ഥിരവൽക്കുന്ന ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വാഗ്ദാനമായ ദിവ്യായ ക്ഷമിക്കണമേ എന്നാൽ നീ മാത്രം പരിശുദ്ധനാവുന്നു റൂഹായുടെ ക്ഷമിക്കുക നീ മാത്രം പിതാവായ നിന്റെ സ്നേഹദർശനത്തെ Amen.
രാജാവേ സ്തുതി പാർക്കുമോ നിന്റെ നാമം സ്തുതിക്കണമേ രാജാവരണമേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ പ്രാർത്ഥനകൾ കേൾക്കണമേ കരുണ പോലെ നമ്മളോട് ആശ്രയിക്കണമേ പരീക്ഷയിലേക്ക് പരിശ്രമിക്കണമേ നിങ്ങളോട് തന്നെ രക്ഷപ്പെടണമേ നിങ്ങളുടെ രാജ്യവും ശക്തിയുമാകും നമ്മുടെ നാമോടുകൂടെ സ്ഥിരമായിട്ടുകൊണ്ടുവാനാകുന്നു ദുർബലമായ നാമയെ ശേഷമായിട്ടുകൊണ്ടുവാനാകുന്നു ശുദ്ധവാന്മേ അവരുടെ നിങ്ങൾക്ക് വേണ്ടിയും പോലും കൂടിയവരുടെ സ്നേഹം ഏതുപോലെയാണ് രക്ഷപ്പെടണമേ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ സമാപിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചാണ് ഏറെ ആദരണീയനായ ബാബു ജോർജ് അച്ഛനോട് വന്ദനായ നമ്മുടെ ചുമതല സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മരണവാർത്ത നടന്ന നിമിഷം മുതൽ ഭവനത്തിലെത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവസത്തിൽ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊല്ലം ബാർ കൗൺസിൽ, തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂളിലെ അധ്യാപകർ, ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഭവനത്തിലെത്തി അനുശോചനം അറിയിക്കുകയും ഭവനത്തിന്റെ വേർപാടിൽ പങ്കുചേരുകയും ചെയ്തു. അവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അവരുടെ ശരീരം കിടപ്പാക്കലുള്ള നമ്മുടെ സെമിത്തേരിയിൽ കൊണ്ടുപോകുന്നതും ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് അവരെ കബറടക്കുന്നതായിരിക്കും കാര്യം അറിയിക്കുന്നു. വന്നുചേർന്ന എല്ലാവരും